സഹോദരങ്ങളെ, എന്ത് തന്നെ ലഭിച്ചാലും ഈമാനിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോകരുത്. എന്ത് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചാലും പുറകോട്ട് പോകരുത്. മനസ്സിൽ നല്ല സുബൂത്തുള്ള ഈമാന് വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ദ്വാരക്കുന്ന ദുആ പതിവാക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പലപ്പോഴും തങ്ങൾ ദ്വാരക്കാറുണ്ട്, യാ മുഖല്ലിബൽ ഖുലൂബ്, മനസ്സുകൾക്ക് പരിവർത്തനം നൽകുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ കൽബ് നീ അടിയുറപ്പിച്ച് നിർത്തി തരണം നിന്റെ ദീനിൽ, നിന്റെ വിശ്വാസത്തിൽ. എന്ത് സാഹചര്യം വന്നാലും മാറിപ്പോകാൻ പാടില്ല. ഒരുപക്ഷെ ആട്ടി ഓടിക്കപ്പെടുന്ന സാഹചര്യം വന്നാലും ഈമാന് വിട്ടിട്ടൊരു പണിക്ക് പോകരുത്. എത്ര നമ്മളെ പരീക്ഷിക്കപ്പെടുന്ന ശിക്ഷിക്കപ്പെടുന്ന ഘട്ടം വന്നാലും ഈമാന് വിട്ടുപോകരുത്. അടിയുറച്ച ഈമാന് വേണം. രണ്ടാമത്തെ കാര്യം വനിയ്യത്തുൻ സ്വാദിഖ, സത്യസന്ധമായ സദുദ്ദേശം വേണം, കരുത്ത് വേണം. സ്വാദിഖായ നിയ്യത്ത്, സ്വാദിഖായ നിയ്യത്ത് ഏത് വിഷയത്തിലും അള്ളാഹു സ്വീകരിക്കുന്ന ഉദ്ദേശം വേണം. ഉദ്ദേശമുണ്ടോ അമലിന് അത്ര മഹത്വം കൂടുതൽ കിട്ടും. ഒരുപക്ഷെ ചെയ്തിട്ടില്ലെങ്കിലും ലഭിക്കും. അങ്ങനെ ഒന്നുണ്ട്. ഒരാൾ കരുതിയിരുന്നു, പക്ഷേ ചെയ്യാൻ അയാളെ കൊണ്ട് കഴിഞ്ഞില്ല. മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നന്മ ചെയ്യണമെന്ന് കരുതി, ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, പോകാൻ കഴിഞ്ഞില്ല. നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷേ അവന് ഹസനത്ത് കണക്കാക്കപ്പെടും. അതുകൊണ്ട് ആ ബദറിലെത്തിയ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി റിജാലൻ, മദീനയിൽ ചില മഹാന്മാരുണ്ട്, മാ സിർതും മസീറൻ വലാ വാദിയാ ഇല്ലാ കാനൂ മഅകും. നിങ്ങളൊരു മരഞ്ചെരിവ് മുറിച്ച് കടന്നിട്ടില്ല, ഒരു ദൂരവും നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല, അവര് നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. ഈ വിഷയം അവരെങ്ങാനും അറിയാണെങ്കിൽ നിങ്ങളെ മുന്നിൽ അവരെത്തും. അതുകൊണ്ട് നിങ്ങളെപ്പോലെ അവർക്കും കൂലിയിൽ പങ്കുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന് വന്നിട്ടില്ല, പക്ഷേ ബദരീങ്ങളിൽ ഉണ്ടെന്നില്ലേ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്രിക്ക് അസുഖമായതുകൊണ്ട് പോകാൻ കഴിയാത്തൊരു വിഷമം. പക്ഷെ മനസ്സിൽ എന്തുണ്ട്? പോകണം 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 എന്ന് പറയുന്ന നിയ്യത്ത്, സ്വാദിഖായ നിയ്യത്ത്, അത് പരിഗണിച്ചുകൊണ്ട് ബദരീങ്ങളിൽ അവർക്ക് ഇടം നൽകി. അപ്പൊ സത്യസന്ധമായ നിയ്യത്ത്, അതില്ലാതെ അമല് ഫലപ്പെടൂല. രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം അടിയുറച്ച ഈമാൻ, സ്ഥാപിതായ ഈമാൻ, സ്വാദിഖായ നിയ്യത്ത്. മൂന്നാമത്തെ കാര്യം, അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പരത്തി പറയാൻ നേരമില്ലാത്തതുകൊണ്ട് അമലും മുസീബ്, ശരിയായ അമൽ ചെയ്യണം. അതിന് കർമ്മങ്ങൾ പഠിക്കും. എങ്ങനെ നിങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല, ഫോണിലൂടെ പഠിച്ചാലും കുഴപ്പമില്ല, ഒരു ഗുരുനാഥന്റെ ക്ലാസ് കേട്ടാലും കുഴപ്പമില്ല. സംശയങ്ങൾ തീർന്നു. മുസീബായ അമൽ, ശരിയായ അമൽ എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ഫിഖ്ഹിന്റെ മസ്അലക്ക് എതിരില്ലാത്ത വിധം സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന അമൽ, അങ്ങനത്തെ അമലാകും. അത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ അങ്ങനെയാകും. എന്നാലേ നടക്കും. അല്ലെങ്കിൽ നമ്മുടെ അമലുകൾ ബാത്തിലായി പോകും. അമൽ ബാത്തിലായി പോകുമ്പോ മറ്റുള്ളവർ അതേ വിഷയത്തിലേക്ക് നമ്മൾ പോയി പോകുന്നൊരു പേടിയുണ്ട്. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഒരുപാട് അധ്വാനം, സുഹൃതങ്ങൾ ചെയ്യും, അവരെ മനസ്സിലുണ്ടാകും ഇതൊക്കെ നമുക്ക് അവിടെ പോയാൽ കിട്ടും. ഇവിടെയും കാര്യമായിട്ടൊന്നുമില്ല, അവിടെ പോയി നോക്കുമ്പോ അവിടെയില്ല. അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വയഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. മുസ്ലിങ്ങളെ പറ്റിയല്ല അത് പറഞ്ഞത്, അല്ലാത്തവരെ പറ്റിയാണ്. ഇവിടെയുള്ള അധ്വാനം വെറുതെ ആയിപ്പോയി, പക്ഷെ അവരെ മനസ്സിലുള്ള ധാരണ നല്ലത് പ്രവർത്തിക്കുന്നവരും മറ്റുമാണല്ലോ, അതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ട് കിട്ടുന്നതാണ്. നമ്മൾ ചെയ്യുന്ന അമല് ദീനിന്റെ ഫിഖ്ഹിനോട്, കർമ്മശാസ്ത്രത്തോട് ഒത്തതല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല, അമല് ഫലപ്പെടില്ല. ചെയ്യുന്ന ഏത് അമല്, അതിന് ചെറിയ ഒരു സുന്നത്തായിക്കോട്ടെ, വിഷയമായിക്കോട്ടെ, അവിടൊക്കെ അത് പാലിക്കണം. എപ്പോഴും നിസ്കാരത്തിലും ജമാഅത്തിലും നിക്കാഹിലും വിവാഹത്തിലും സൽക്കാരത്തിലും സമ്പർക്കത്തിലും തുടങ്ങി എല്ലാ വിഷയങ്ങളിലും സ്വവാബായ അമൽ ചെയ്യണം, ശരിയായ അമൽ ചെയ്യണം. അപ്പോഴാണ് ആ അമലിന് കാര്യം ഉണ്ടാകുന്നത്.
സ്വീകരിക്കുന്നു മാത്രമല്ല നമുക്കും കാര്യം ഉണ്ടാകും. അപ്പൊ സുജൂദിൽ നോക്ക്, നിങ്ങൾ 7 അവയവങ്ങൾ സുജൂദിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. ആ 7 അവയവങ്ങളും എങ്ങനെ വെക്കണം? നല്ല പ്രസ് ചെയ്ത് വെക്കണം. അത് ശരിക്കും പ്രസ് ചെയ്താല് ബ്ലഡിന്റെ ഒരു അസുഖം ഉണ്ടാവില്ല. കാര്യമായിട്ട് അസുഖമല്ലേ ബാധിച്ചു വരുന്നത്. നിങ്ങൾ നോക്കി, നമ്മൾ ശരിക്കും ചിന്തിച്ചറിയാം. ഇപ്പൊ ചികിത്സിക്കുന്ന കുറെ ആൾക്കാർ ചികിത്സയിലും അങ്ങനെ ഉണ്ട്. അവരവിടെ തന്നെ കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നത്. 2 കൈയിന്റെ 2 ഭാഗം നല്ലോണം അമർത്തി കനം കൊടുക്കും. പിന്നെ കാലിന്റെ വിരല് അടങ്ങുന്ന ആ ഭാഗം അതും നല്ലോണം. അതുപോലെ തന്നെ മുട്ടിന്റെ ഭാഗം, നെറ്റിയോടൊപ്പം മൂക്കും വെക്കണം. മോക്കതായ സുന്നത്താണ്. മൂക്കും അമർത്തി നല്ലോണം അമർത്തി വെച്ചു. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അവിടെ ശരിക്കും അമർത്തി വെക്കും. നമ്മൾ നിസ്കരിക്കണതന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ ശരിയാക്കാനല്ല, പക്ഷെ ഈ സുന്നത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പ്രസ് ചെയ്ത് വെക്കുന്ന സുന്നത്താണ്. അങ്ങനെ ശരിക്കും അമർത്തി വെക്കുമ്പോൾ അമല് സ്വീകരിക്കുന്നതിനോട് കൂടെ തന്നെ മറ്റൊരു സംഗതി കിട്ടുന്നത് എന്താന്ന് വെച്ചാല് നമുക്കറിയാതെ ആഫിയത്തും കിട്ടുന്നു. അതെങ്ങനെ? ശരിക്കതങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് പിന്നെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോ അതാ രക്തം ചാലുവായി, ബ്ലോക്കുകളൊക്കെ നീങ്ങുകയാണ്, നല്ല സുഖം ലഭിക്കുകയാണ്. തലവേദന അനുഭവിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, തലവേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുക. തലവേദന മാറാനുള്ള വിഷയം പറയാണ്. നിസ്കരിക്കുക. നിസ്കാരം തലവേദന മാറാനുള്ള നിയത്തിലല്ല. നിസ്കാരം സുന്നത്ത് നിസ്കാരം. മുമ്പൊരാള് നിസ്കാരം നിസ്കരിച്ചാൽ സാമ്പത്തിക പുരോഗതി തുറപ്പ് എന്താ അവസ്ഥ? നിയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചു. നിയ്യത്ത് ദുഹാ നിസ്കാരത്തിന് നിയ്യത്താണ്, സമ്പത്ത് ഉണ്ടാകാനല്ല നിസ്കരിക്കുന്നത്. പിന്നെ ആ നിസ്കാരം അതിന് വലിയൊരു സബബാണ്. നിസ്കാരത്തിന് ദുഹാന്റെ സുന്നത്തിന്റെ നിസ്കാരം നിയ്യത്ത് തന്നെ. പക്ഷെ ആ നിസ്കാരം ഇങ്ങനെ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങളിൽ പല നേട്ടങ്ങളിൽ ഒന്നാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ബർക്കത്ത് തേടി തരട്ടെ. ഞാൻ പറയാം, തലവേദന വരുന്ന ആള് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ സുജൂദിൽ ഒരു 11 വട്ടം തസ്ബീഹ് ചൊല്ലും. നിങ്ങൾ ഉസ്താദ് ഇഞ്ഞു ഇടങ്ങേറാ പറയുന്നത് അല്ല, 11 വട്ടം നെറ്റിയും മൂക്കും പ്രസ് ചെയ്തിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി ശരിക്കും എഴുന്നേറ്റ് ഒരു തലവേദന. അവിടുത്തെ ബ്ലഡ് റെഡിയായി, സർക്കുലേഷൻ റെഡിയായി. നിസ്കാരത്തിനെ പോലെ ഖൈറുള്ള ഒരു സംഗതി ഇല്ലാന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. നിസ്കാരത്തെ പോലെ ഖൈറായ ഒരു സംഗതിയും ഈ ദീനിലില്ല. ഏറ്റവും നല്ല സംഗതിയാണ്. അപ്പൊ ചെയ്യുന്ന അമലുകളൊക്കെ ശരിയാകും, സ്വഭാവം. അതിന് നമുക്ക് കൂലി കിട്ടണം ചെയ്യുന്ന അമലുകളോടൊക്കെ. അപ്പോഴേ അത് അമല് ഫലപ്പെടുകയുള്ളൂ. നിസ്കരിക്കുന്ന നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയതും ചെയ്യുന്ന കർമ്മങ്ങൾ പലപ്പോഴും തിരുത്തിയതും സ്വഭാവമല്ലാത്തതുകൊണ്ടല്ലേ. നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോ, സലാം വീട്ടി നോക്കുമ്പോ, ഒരു ദിവസം ബാക്കിലുണ്ട് ഒരാൾ ഒറ്റക്ക് ഒരു സൊഫിൽ. അപ്പൊ തങ്ങൾ ചോദിച്ചു, എന്താ ഒറ്റക്കൊരാൾ അവിടെ? എന്താണ് സലാം വീട്ടി മദീനത്തെ പള്ളിയിൽ സലാം വിട്ടിരിക്കുമ്പോ ഒരാൾ ഒറ്റ. അപ്പോ പറഞ്ഞു, നബിയെ, ഞാന് ഇങ്ങനെ വരുമ്പോ ഇത്രയും ദൂരം നടക്കുമ്പോഴേക്ക് തങ്ങൾ റുക്കൂയിൽ പോയിട്ട് നേരെ എണീക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് തന്നെ നിയത്ത് ചെയ്ത് കൈയ്യടി റുക്കൂക്കാണ് പോയി. അപ്പൊ തങ്ങൾ പറഞ്ഞു, സാദക്കല്ലാഹു ഹിർസ, അള്ളാഹു നിങ്ങൾക്ക് നല്ലതിനുള്ള താല്പര്യം അള്ളാഹു ഏറ്റിത്തരട്ടെ. നമ്മളെ താല്പര്യം കൊണ്ടാണ് ഈ ജമാഅത്ത് ഒരു റക്അത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷേ വലാ തഉദ്, ഇനി ഇത് ആവർത്തിക്കരുത്, ഇനി ഇത് ആവർത്തിക്കരുത്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വന്ന് സൊഫിൽ നിന്ന് ശരിയായി നിന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൂലി ആ ഒറ്റക്ക് നിസ്കരിക്കുന്നതിന് കിട്ടൂല. ജമാഅത്ത് കിട്ടും, ജമാഅത്തോ കിട്ടും, ജമാഅത്ത് കിട്ടും. പക്ഷെ ഇതിന് മറ്റൊന്നാണ്. അപ്പൊ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കണം, ശരിയായ രൂപത്തിലാകണം അമല്. ചെയ്യുന്ന അമല് നല്ല കാര്യം കിട്ടുന്നതുകൊണ്ട് ചെയ്യുന്ന അമലുകളിലൊക്കെ സ്വഭാവം ശരിയായ അമല് ഏതാണോ അറിഞ്ഞ് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക. അതിനാണ് ഒരുപാട് വിഷയങ്ങളിലുള്ള സംശയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് നമുക്കത് സ്വഹാബത്ത് തിരുത്തി തന്നത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓരോ കാര്യങ്ങളും ഇതിന്റെ ശരിയായ വശമുണ്ടല്ലോ, ആ വശത്തിൽ തന്നെ ചെയ്യണം. നഖം മുറിക്കുന്ന ഒരാള് എത്ര സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് എത്ര സുന്നത്ത് പാലിക്കും? അതെവിടെങ്കിലൊക്കെ പറമ്പിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഒന്ന് മുറിച്ച് അത് അവിടെ കിട്ട് അല്ല. ആദ്യം നഖങ്ങൾ കഴുകണം. കഴുകിയിട്ട് നഖം മുറിക്കാണ്, നിയ്യത്തൊന്നും മറക്കരുത്, സുന്നത്താണിത്, നല്ല അമലാണ്. കഴുകണം, കഴുകൽ സുന്നത്താണ്. നഖങ്ങൾ കഴുകണം.
നഖം വെട്ടാൻ വേണ്ടി പഴയ കാലത്തൊക്കെ വീട്ടിൽ വരും. ഈ പ്രസവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന പെണ്ണുങ്ങൾ നഖം വെട്ടും. കഴുകിയിട്ടല്ലാതെ ഒരു നഖം വെട്ടില്ല. അവർക്കതൊക്കെ നല്ല അറിയാം. ആ സുന്നത്തുകളൊക്കെ അവർക്ക് അറിയും. ശീലമുണ്ട് അവർ. തുടക്കത്തിലും കഴുകും, ഒടുക്കത്തിലും കഴുകും. കഴുകിയിട്ട് പിന്നെ തുടങ്ങാണ്. മുസബ്ബിഹ വരലുകൊണ്ട് ശ്രേഷ്ഠമായ വരല് തുടങ്ങിയിട്ട് ഇങ്ങനെ ചെറുവരല് വന്ന് പിന്നെ തള്ളവരല് നഖം വെട്ടിയ ശേഷം, അതും നഖം വെട്ടാൻ നിശ്ചയിച്ച ദിവസങ്ങളിൽ മാത്രം വെട്ടും. വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പാണ് നല്ലത്, അല്ലെങ്കിൽ തിങ്കളാഴ്ച, ആഴ്ചയിൽ 3 ദിവസം. ഇതിന് പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇടത്തെ കൈ നഖം വെട്ടിയ ശേഷം കാലിൽ നിന്ന് നഖം വെട്ടുമ്പോ ചെറുവിരലിൽ നിന്ന് തുടങ്ങി, വലത്തെ ഭാഗത്തെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരലിൽ അവസാനിക്കും. ഈ നഖങ്ങൾ ഒറ്റും കളയാനായിട്ടില്ല, ഒക്കെ ഒരുമിച്ച് കൂട്ടണം. അവിടെ ഇവിടെ കൊണ്ടേ കളയരുത്, ഒരുമിച്ച് കൂട്ടും. വെട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ കൈയിന്റെയും കാലിന്റെയും നഖഭാഗങ്ങൾ കഴുകുക. എന്നിട്ട് ഈ നഖങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ഇതിൽ കുഴിച്ചിടുക. എന്തിന്? ഈ കർമ്മങ്ങൾക്കൊക്കെ നാളെ ആഖിറത്തിൽ നമുക്കൊരു സാക്ഷിയാണ് ആ കുഴിച്ചിട്ട നഖം. ഇതിപ്പോ നഖം വെട്ടലിന്റെ ഒരു ചെറിയ വിശദീകരണം ഞാൻ പറയാം. അങ്ങനെ ഓരോന്നിനും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോഴും പള്ളിയിലെത്തുമ്പോഴും വെള്ളിയാഴ്ച രാവിലെ മുതലും ഒരു നീണ്ട ചാർട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ടങ്ങനെ. യാത്രക്ക് വേണ്ടി പോകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പും ഇറങ്ങിയ ശേഷവും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഒക്കെയുണ്ട്. ഭക്ഷണത്തിലും പിന്നെ ആതിഥ്യ മര്യാദയിലും തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ശരിയായ മാർഗം ഏതാണോ പഠിപ്പിച്ചത് ആ മാർഗം തന്നെ അവലംബിച്ച് മുന്നോട്ട് നീങ്ങണം. മുത്തഖദ്ദിമീങ്ങളിൽ പൂർവീകരിൽപ്പെട്ട മഹാന്മാരും മുൻഗാമികളിൽപ്പെട്ടവര് നല്ല നിലക്ക് ആഖിറം ലക്ഷ്യം വെച്ച് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാര് ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. അപ്പോഴേ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് നമ്മെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഖിറം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തി സവാബ് ലഭിക്കുന്ന ഈമാനുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ